ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേർഭവതു മേ സദാ. ശിവന്റെ കഥാകഥനം. ദശമുഖാദികളായ രാക്ഷസവീരന്മാരുടെ ഭാരം കൊണ്ട് തളർന്ന ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം പ്രാപിച്ച് ദേവന്മാരോടും തപസ്സികളോടും കൂടി ബ്രഹ്മസമീപമെത്തി തൻ്റെ വേദന അറിയിച്ചു. അല്പനേരം ചിന്തിച്ച ശേഷം ബ്രഹ്മാവ് വിഷ്ണുവിനോട് ചെന്ന് പറയുകയല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് മനസ്സിലാക്കി അവരെയും കൂട്ടി പാലാഴിയിലെത്തി ഭക്തിയോടെ വിഷ്ണുവിനെ സ്തുതിച്ചു. ദേവനെ മനസ്സിൽ ധ്യാനിച്ച് പുരുഷ സൂക്തം കൊണ്ട് സ്തുതിച്ച് സേവിച്ചു. അപ്പോൾ 10,000 സൂര്യന്മാർ ഒരുമിച്ച് കിഴക്കുദിച്ച കാന്തിയോടെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള മനോഹര രൂപത്തോടെ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. മുഗ്ധന്മാരായ സിദ്ധയോഗികൾക്ക് പോലും കാണാൻ കിട്ടാത്ത പൂനിലാവ് പോലുള്ള പുഞ്ചിരി കൊണ്ട് മനോഹരമായ പൂർണ്ണചന്ദ്ര സമാനമായ ആനനം, ചെന്താമരപ്പൂക്കൾ പോലുള്ള കണ്ണുകൾ, ഇന്ദ്രനീലത്തിൻ്റെ നിറം, ലക്ഷ്മീദേവിയുടെ സുന്ദരമായ വാസസ്ഥലമായ മാറിടം, മാറിടത്തിന് ശോഭ കൊടുക്കുന്ന ശ്രീവത്സം, മേരുപർവ്വതം പോലെ ഉയർന്ന കിരീടം, കുണ്ടലങ്ങൾ, മുത്തുമാല, തോൾവള, വള, അരഞ്ഞാണം, മോതിരം മുതലായ ആഭരണങ്ങൾ അണിഞ്ഞ ലക്ഷ്മിയുടെ മനസ്സിനെ അപഹരിക്കാൻ ശക്തമായ ശരീരത്തോടു കൂടിയ ദയാനിധിയായ വിഷ്ണുവിനെ കണ്ട് ആനന്ദാതിരേകത്തോടെ വ്യക്തമായ ഭാഷയിൽ ബ്രഹ്മാവ് സരസമായി സ്തുതിക്കാൻ തുടങ്ങി. പരമാനന്ദരൂപ ഭഗവാനായ അങ്ങ് വിജയിച്ചാലും മോക്ഷം ആഗ്രഹിക്കുന്ന സിദ്ധയോഗീന്ദ്രന്മാർക്ക് പോലും കാണാൻ കഴിയാത്ത ഈ പാദപത്മം, അലയോ ജഗൽപദേ, നിർമ്മലമൂർത്തെ, നിത്യവും ഞാൻ നമിക്കുന്നു. സത്യവും ജ്ഞാനവും അവധിയില്ലാത്ത ആനന്ദവുമാകുന്ന അമൃതിൽ നിന്ന് ഭിന്നമല്ലാത്ത ഏകനായ കരുണാവാരിതേ, ഞാൻ നിത്യവും അങ്ങയെ നമിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ വിശ്വനായക, ഞാൻ നമിക്കുന്നു. സ്വാധ്യായം, തപസ്, ദാനം, യാഗം മുതലായ കർമ്മങ്ങളാൽ മാത്രം ഒരിക്കലും കൈവല്യം ലഭിക്കില്ല. മുക്തി വേണമെങ്കിൽ ഭഗവത് ഭക്തിയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് അങ്ങയുടെ പാദപങ്കജം കാണാൻ സാധിച്ചത്. സത്വജിത്തന്മാരായ താപസശ്രേഷ്ഠന്മാർ നിത്യവും ഭക്തിയോടെ മനസ്സിൽ ധ്യാനിക്കുന്ന നിന്റെ ഈ പാദപത്മങ്ങളിൽ എനിക്ക് എന്നും ഭക്തി ഉണ്ടാകണമേ. ലൗകിക ദുഃഖങ്ങൾ കൊണ്ട് ഖേദിക്കുന്ന മനുഷ്യർക്ക് അങ്ങയുടെ ഭക്തിയല്ലാതെ മറ്റു മരുന്നുകളൊന്നുമില്ല. മരണത്തെക്കുറിച്ചോർത്ത് എൻ്റെ മനസ്സിൽ സന്താപം വളരുന്നു. ബാലസൂര്യൻ്റെ കാന്തിയോടുകൂടിയ അങ്ങയുടെ പാദകമലത്തിൻ്റെ സ്മരണ മരണസമയത്തുണ്ടാവാൻ വരം തരണേ. രമാരമണ, ഭൂപതേ, ആനന്ദമൂർത്തെ, പരബ്രഹ്മസ്വരൂപ, ചിന്മയ, പത്മാക്ഷ, വരദ ജയിച്ചാലും. ഇപ്രകാരം ബ്രഹ്മാവ് സ്തുതിച്ചപ്പോൾ തൂമന്ദഹാസത്തോടെ മധുരമായി നാഥൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ബന്ധപ്പെട്ട് ഇപ്പോൾ ഓടി വരാൻ കാരണം എന്താണ് എന്ന് പറഞ്ഞാലും. ഇത് കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങയുടെ അകക്കണ്ണിൽ കാണാൻ കഴിയാത്ത എന്താണ് ഈ ലോകത്തിലുള്ളത്? എന്നാലും പറയാം. ഇപ്പോൾ 3 ലോകങ്ങൾക്കും സങ്കടം വർദ്ധിച്ചിരിക്കുന്നു. പൗലസ്ത്യപുത്രനായ രാവണൻ ഞാൻ കൊടുത്ത വരത്തിൻ്റെ ബലത്തിൽ നിർദ്ദയമായി 3 ലോകത്തെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ലോകപാലന്മാരെ ആക്രമിച്ച് കീഴടക്കി ഏകാധിപതിയായി വാഴുന്നു. ഇങ്ങനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സ്വർഗത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു. യാഗാദി കർമ്മങ്ങൾ മുടങ്ങി. മഹർഷിമാരെ ഭക്ഷിക്കുന്നു. ധർമ്മപത്നിമാരെ പിടിച്ചു കൊണ്ടുപോകുന്നു. ധർമ്മവും മര്യാദയും പൂർണ്ണമായും കാണാനില്ലാതായി. മനുഷ്യനല്ലാതെ മറ്റൊരു ശക്തിക്കും അവനെ കൊല്ലാൻ കഴിയില്ല എന്ന് നേരത്തെ വരം കിട്ടിയിട്ടുണ്ട്. അങ്ങ് തന്നെ മനുഷ്യനായി ജനിച്ച് അവനെ നിഗ്രഹിക്കണം. അതിനുവേണ്ടി അങ്ങയുടെ പാതാരവിന്ദങ്ങൾ ഞാൻ വണങ്ങുന്നു. ഇപ്രകാരം ബ്രഹ്മാവ് പറയുന്നത് കേട്ട് പത്മനാഭൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പണ്ട് കശ്യപ പ്രജാപതി പുത്രനുണ്ടാവാൻ വേണ്ടി എന്നെ മനഃശുദ്ധിയോടെ സേവിച്ചിരുന്നു. അന്ന് ഞാൻ പ്രസാദിച്ച് വരവും കൊടുത്തു. ആ വരം പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ ഞാനിപ്പോൾ പരിശ്രമിക്കാം. കശ്യപൻ ദശരഥ രാജാവായി ഇപ്പോൾ കശ്യപീ തലത്തിൽ വാഴുന്നുണ്ട്. അതിഥി അദ്ദേഹത്തിൻ്റെ പത്നിയായ കൗസല്യയായും ജനിച്ചിട്ടുണ്ട്. അവരുടെ മകനായി ഞാൻ ഭൂമിയിൽ ജനിക്കാം. എനിക്ക് സഹോദരന്മാരായി 3 പേരുണ്ടാകും. എൻ്റെ ശക്തിയായ വിശ്വേശ്വരി കൈകസകുലനാശകാരിണിയായി ഭൂമിയിൽ അയോനിജയായി ജനകൻ്റെ രാജധാനിയിൽ ജനിക്കും. അതിഥിപുത്രന്മാരെല്ലാം കപിശ്രേഷ്ഠന്മാരായി ജനിക്കണം. അങ്ങനെ ഭൂമിദേവിയുടെ അതിഭാരത്തെ കുറയ്ക്കാം. ബ്രഹ്മാവിനെ യാത്രയാക്കി വിഷ്ണുദേവൻ അന്തർധാനം ചെയ്തു. ബ്രഹ്മാവ് വീണ്ടും വിഷ്ണുവിനെ നമസ്കരിച്ചു. ദേവന്മാർ വിഷ്ണുദേവൻ മറിഞ്ഞ ദിക്കു നോക്കി സമാധാനത്തോടെ ഭൂമിയിൽ വീണ് നമസ്കരിച്ചു.
ഭൂമിദേവിയെ ആശ്വസിപ്പിച്ച് ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, അസുരനിഗ്രഹത്തിനായി ലക്ഷ്മീപതി മനുഷ്യനായി അയോധ്യയിൽ അവതരിക്കും. ഇന്ദ്രപ്രമുഖന്മാരായ നിങ്ങൾ വാസുദേവനെ പരിചരിക്കാൻ ദാസന്മാരായി ഭൂമിയിൽ ജനിക്കണം. രാവണന്റെ അനുചരന്മാരായ രാക്ഷസന്മാരോട് ഏറ്റുമുട്ടുന്നതിന് കാട്ടിലും ഗുഹയിലും വൃക്ഷങ്ങളിലും പർവ്വതങ്ങളിലും ഒക്കെ വസിക്കുന്ന വാനരന്മാരാകണം നിങ്ങൾ. ദേവന്മാരോട് വിഷ്ണുവിൻ്റെ കൽപ്പന അറിയിച്ചിട്ട് കൃതാർത്ഥനായി ബ്രഹ്മാവ് സത്യലോകം പോയി. ഭൂമിദേവിയും സന്താപം വെടിഞ്ഞ് സ്വസ്ഥയായി തീർന്നു. അപ്പോഴേക്കും ഇന്ദ്രാദികളായ ദേവന്മാരെല്ലാം വാനരമൂർത്തികളായി. നരസിംഹമൂർത്തിയുടെ പരാക്രമത്തോടെ പർവ്വതം, വൃക്ഷം, പാറ എന്നിവ കൊണ്ട് യുദ്ധം ചെയ്യുന്നവരായി പർവ്വത സമാനമായ ശരീരത്തോടെ വിഷ്ണുവിൻ്റെ വരവും പ്രതീക്ഷിച്ച് ഭൂമിയിൽ സുഖമായി വസിച്ചു. പുത്രലാഭാലോചനം. സൽഗുണസമ്പന്നനും ധർമ്മിഷ്ഠനുമായ ദശരഥൻ ഇന്ദ്രതുല്യമായ പരാക്രമത്തോടെ കാരുണ്യക്കടലായി കാമതുല്യനായി ഭർതൃശുശ്രൂഷയിൽ തൽപരരായ കൗസല്യ, സുമിത്ര, കൈകേയി എന്നീ ധർമ്മപത്നിമാരോടും മന്ത്രിമാരോടും ചേർന്ന് അയോധ്യാധിപതിയായി ഭൂതലം പരിപാലിച്ചു. പുത്രന്മാരില്ലാത്തതിൽ ദുഃഖിച്ച അദ്ദേഹം കുലഗുരുവായ വസിഷ്ഠൻ്റെ പാദപത്മങ്ങൾ വന്ദിച്ചിട്ട് ചോദിച്ചു, പുത്രന്മാരില്ലാത്ത എനിക്ക് രാജ്യവും സമ്പത്തുമെല്ലാം ദുഃഖമയമായി തോന്നുന്നു. പുത്രന്മാരുണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? തപോധനശ്രേഷ്ഠനായ വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് മക്കൾ 4 പേരുണ്ടാവും. അതോർത്ത് വിഷമിക്കേണ്ട. വൈകാതെ ഋഷ്യശൃംഖനെ വരുത്തിയാലും പുത്രകാമേഷ്ടി എന്ന കർമ്മം ഉടൻ ചെയ്താലും. പുത്രകാമേഷ്ടി. രാജാവ് തൻ്റെ ഗുരുവായ വസിഷ്ഠൻ്റെ ഉപദേശമനുസരിച്ച് വിഭാണ്ഡകപുത്രനായ ഋഷ്യശൃംഖനെ വരുത്തി. സരയൂ തീരത്ത് യാഗശാല തീർത്ത് ദശരഥൻ യാഗത്തിനുള്ള വ്രതാനുഷ്ഠാനവും തുടങ്ങി. അശ്വമേധം നടത്തിയതിനു ശേഷം ലോകനായകൻ്റെ ജനനം പ്രതീക്ഷിച്ച് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ദശരഥൻ പുത്രകാമേഷ്ടി നടത്തി. ഋഷ്യശൃംഖൻ ആഹൂതി അർപ്പിച്ചപ്പോഴേക്കും ദേവഗണങ്ങൾ സന്തുഷ്ടരായി. ഹോമകുണ്ഡത്തിൽ നിന്ന് അഗ്നിദേവൻ സ്വർണപാത്രത്തിൽ പായസവുമായി ഉയർന്നു വന്നു. നിന്റെ പുത്രോൽപത്തിക്ക് ഉതകുന്ന ദേവനിർമ്മിതമായ ഈ പായസം കൈക്കൊണ്ടാലും എന്ന് പറഞ്ഞ് ദശരഥന് പായസം കൊടുത്തിട്ട് അഗ്നി അന്തർധാനം ചെയ്തു. മുനിയുടെ കൽപ്പന അനുസരിച്ച് ദക്ഷിണ കൊടുത്ത് പായസം സ്വീകരിച്ച് ദശരഥൻ പ്രീതിയോടെ കൗസല്യയ്ക്ക് പകുതി കൊടുത്തു. ശിഥിലമായ മനസ്സോടെ ബാക്കി പകുതി കൈകേയിക്കും കൊടുത്തു. അപ്പോൾ കൗസല്യ തൻ്റെ പാതി സുമിത്രയ്ക്ക് കൊടുത്തു. അത് കണ്ട് കൈകേയിയും തൻ്റെ പാതി സുമിത്രയ്ക്ക് നൽകി. ഇത് കണ്ട് ദശരഥൻ വളരെ സന്തുഷ്ടനായി തീർന്നു. തൻ്റെ പ്രജകൾക്ക് സന്തോഷം കൊടുക്കുവാൻ വേണ്ടി മൂവരും ഉടൻ ഗർഭം ധരിച്ചു. അപ്പോൾ മുതൽ ദശരഥൻ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വരുത്തി തുടങ്ങി. ഗർഭരക്ഷയ്ക്ക് വേണ്ട ജപഹോമാദി കർമ്മങ്ങൾ ദിവസവും ക്രമത്തിൽ അനുഷ്ഠിച്ചു. പത്നിമാരിൽ ഗർഭലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴേക്കും ദശരഥനും ഉള്ളിൽ പ്രേമം നുരഞ്ഞു പൊങ്ങി. പ്രണയിനിമാരിൽ ആഭരണങ്ങൾ പോലെ ബ്രാഹ്മണർക്കും ഭൂമിക്കും ദേവന്മാർക്കും ദുഃഖം അല്പാൽപമായി കുറഞ്ഞു തുടങ്ങി. രാജ്ഞിമാർക്കാകട്ടെ തേജസ് പ്രതിദിനം വർദ്ധിച്ചു വന്നു. സീമന്തം, പുംസവനം മുതലായ ക്രിയകളും പതിവരുവോളം ദാനങ്ങളും നടത്തിച്ചു രാജാവ്. ഇനി ശ്രീരാമാവതാരം. ഗർഭാവസ്ഥ പൂർണ്ണമായപ്പോൾ തുടർച്ചയായി 4 പുത്രന്മാർ പിറന്നു. 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ കൗസല്യാപുത്രനായി സാക്ഷാൽ വിഷ്ണു അവതരിച്ചു. നക്ഷത്രം പുണർദം. നവമി തിഥി. വ്യാഴം ചന്ദ്രനോട് ചേർന്ന് കർക്കിടകത്തിൽ, സൂര്യൻ അത്യുച്ചസ്ഥായിയിൽ, ശനി തുലാത്തിൽ, ശുക്രൻ മീനത്തിൽ, ഉച്ചസ്ഥാനത്ത് ചൊവ്വ മകരം രാശിയിൽ. ഇങ്ങനെ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ വിഷ്ണു പൂജാതനായി. ഇത് കണ്ട് ദിക്കുകളും ദേവന്മാരും ഒരുപോലെ പ്രസാദിച്ചു. കൈകേയി പൂയ നക്ഷത്രത്തിലും പ്രസവിച്ചു. അടുത്ത ദിവസം സുമിത്ര 2 പുത്രന്മാരെയും പ്രസവിച്ചു. ജന്മമില്ലാത്ത ജഗതീശ്വരൻ വിഷ്ണു അവതരിച്ചപ്പോൾ കൗസല്യയ്ക്ക് 1000 കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുന്നതുപോലെ കാണായി. ദേവന്മാരും മാമുനിമാരും വന്ദിക്കുന്ന ദിവ്യമായ കിരീടവും സുന്ദരമായ കേശവും ഭംഗിയുള്ള കുറുനിരകളും കാരുണ്യമഴിഞ്ഞൊഴുകുന്ന കണ്ണുകളും അരുണവർണ്ണത്തിലുള്ള വസ്ത്രം ചുറ്റിയ അരക്കെട്ടും ശംഖചക്രഗദാ പത്മങ്ങളോടുകൂടിയ കരങ്ങളും ശംഖുപോലുള്ള കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭമണിയും ഭക്തന്മാർക്ക് തൻ്റെ വാത്സല്യം പ്രകടിപ്പിക്കുന്നതിന് പ്രകടമായ ശ്രീവത്സവും കുണ്ടലം, മുത്തുമാല, അരഞ്ഞാണം, ചിലമ്പ് മുതലായ ആഭരണങ്ങളും ചന്ദ്രസമാനമായ മുഖവും പണ്ട് 3 ലോകങ്ങളും അളന്ന പാദങ്ങളും കണ്ട് ആനന്ദം പൂണ്ടിരിക്കെ ജഗൽസാക്ഷിയായ പരമാത്മാവാണ് ഇതെന്നറിഞ്ഞ് കൗസല്യാദേവി വന്ദിച്ച് സ്തുതിച്ചു തുടങ്ങി.
ഇനി കൗസല്യാസ്തുതി. ശംഖുചക്ര പത്മധരനായ മധുസൂദന, അങ്ങ് മായാദേവിയെ കൊണ്ട് സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളെ ആശ്രയമാക്കി ലോകം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. ഇതെന്തിനാണെന്ന് ഉത്തമന്മാർക്ക് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പരമാത്മാവും പരബ്രഹ്മവും ചലനമില്ലാത്തവനും കളങ്കമില്ലാത്തവനും നിർഗുണനും വേദാന്തത്തിലൂടെ മാത്രം അറിയാൻ കഴിയുന്നവനും മോക്ഷദായകനും യോഗികളുടെയും ജ്ഞാനികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനും സനാതനനും സനകാദികളായ ബ്രഹ്മർഷികൾ സദാ സേവിക്കുന്നവനും സകല ജഗന്മയനുമാണ് അങ്ങ്. അങ്ങയുടെ ഉദരത്തിൽ അനന്തമായ ബ്രഹ്മാണ്ടം മുഴുവൻ വസിക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എൻ്റെ ഉദരത്തിൽ വരാൻ എന്താണ് കാരണം? മുഗ്ധയായ എനിക്ക് ഭക്തന്മാരനുഭവിക്കുന്ന പാരവശ്യം വ്യക്തമായി കാണാൻ കഴിയുന്നു. ഞാൻ ഭർത്താവ്, മക്കൾ, ധനം എന്നിവയാൽ ആകുലമായ സംസാര ദുഃഖസാഗരത്തിൽ മുങ്ങി വശം കെടുന്നു. നിന്റെ മഹാമായയുടെ ബലം കൊണ്ട് ഇന്ന് എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞു. എൻ്റെ പാപങ്ങൾ നശിക്കുവാൻ ഈ രൂപം എന്നും എൻ്റെ മനസ്സിൽ വധിക്കുമാറാകട്ടെ. ഹേ വിശ്വേശ്വര, വിശ്വത്തെ മോഹിപ്പിക്കുന്ന നിന്റെ മായ എന്നെ മോഹിപ്പിക്കരുതേ. മറ്റുള്ളവർ കാണും മുമ്പേ അലൗകികമായ ഈ വൈഷ്ണവ രൂപത്തെ മറച്ചാലും ലാളിക്കാനും ആലിംഗനം ചെയ്യാനും കഴിയുന്ന കുട്ടിയെ എനിക്ക് കാട്ടിത്തന്നാലും പുത്രവാത്സല്യമാകുന്ന വ്യാജേന അങ്ങയെ പരിചരിച്ച് എനിക്ക് സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തി നേടണം. കൗസല്യ ഭക്തിയോടെ വണങ്ങിക്കൊണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ പുരുഷോത്തമൻ പറഞ്ഞു, അമ്മേ, അവിടത്തേക്ക് എന്താണോ ഇഷ്ടം അതുപോലെ തന്നെ സംഭവിക്കും. അഹങ്കാരം മൂത്ത രാവണനെ കൊന്ന് ലോകത്തിന് സന്തോഷം വരുത്താൻ ശിവൻ, ബ്രഹ്മാവ് മുതലായ ദേവന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് മനുഷ്യവംശത്തിൽ അവിടുത്തെ മകനായി ഭൂമിയിൽ പിറന്നതാണ് ഞാൻ. നിങ്ങൾ എന്നെ പുത്രനായി കിട്ടാൻ മനസ്സിൽ കഴിഞ്ഞ ജന്മത്തിൽ ധ്യാനിച്ചു. അതുകൊണ്ടാണ് ഈ വേഷം കാണിച്ചു തന്നത്. കിട്ടാൻ പ്രയാസമുള്ള എൻ്റെ ദർശനം മോക്ഷദായകമാണ്. പിന്നീട് സംസാര ദുഃഖം ഉണ്ടാവില്ല. എൻ്റെ രൂപം നിത്യവും ധ്യാനിച്ചുകൊള്ളൂ, മോക്ഷം കിട്ടും, സംശയിക്കേണ്ട. നമ്മുടെ ഈ സംഭാഷണം ആദരവോടെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവന് തീർച്ചയായും മോക്ഷം ലഭിക്കും. മരണസമയത്ത് എന്നെ ഓർക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് ബാലഭാവം കൈക്കൊണ്ട് കൈകാലിട്ടിളക്കി കരയാൻ തുടങ്ങി. ഇന്ദ്രനീലാപ പൂണ്ട സുന്ദരസ്വരൂപനായ അരവിന്ദലോചനനും ബ്രഹ്മാവ്, ശിവൻ, ദേവസമൂഹം എന്നിവരാൽ വന്ദിക്കപ്പെടുന്നവനുമായ വിഷ്ണു ഭൂമിയിൽ അവതരിച്ചു. പുത്രൻ ജനിച്ചു എന്ന വാർത്ത കേട്ട് ദശരഥൻ അത്യധികം ആനന്ദിച്ചു. പുത്രജനനം അറിയിച്ച ദൂതന്മാർക്കെല്ലാം വസ്ത്രം, ആഭരണം മുതലായ ധാരാളം വസ്തുക്കൾ ദാനം ചെയ്തു. പുത്രമുഖം കണ്ടു സന്തോഷിച്ച ഗുരുവിൻ്റെ നിയോഗം അനുസരിച്ച് പുത്രമുഖം കണ്ടു സന്തോഷിച്ച് ഗുരുവിൻ്റെ നിയോഗമനുസരിച്ച് സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തി ജാതകർമ്മവും ദാനവും നടത്തി. പിറ്റേ ദിവസം ജനിച്ച കൈകേയി പുത്രനും സുമിത്രാപുത്രന്മാരായി ജനിച്ച രണ്ടുപേർക്കും വിധി അനുസരിച്ച് ജാതകർമ്മം നിർവഹിച്ചു. ജനങ്ങളുടെ കണ്ണ് ആനന്ദാശ്രുക്കൾ കൊണ്ട് നിറഞ്ഞു. ബ്രാഹ്മണന്മാർക്ക് അളവില്ലാത്ത അത്ര സ്വർണം, രത്നം, വസ്ത്രം എന്നിവ ദാനം ചെയ്തു. സ്വർഗത്തിലും ഇതുപോലെ സന്തോഷം അനുഭവപ്പെട്ടു. ഇന്ദ്രൻ്റെ 1000 കണ്ണുകളും ഒരുമിച്ച് തെളിഞ്ഞു. സർവ്വലോകങ്ങളുടെയും ആത്മാവ് ഇവനിലാണ് രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി ശ്യാമളവർണ്ണനായ കുമാരന് വസിഷ്ഠൻ രാമൻ എന്ന് പേരിട്ടു. ഭരണത്തിൽ സമർത്ഥനായ കൈകേയീസുതന് ഭരതൻ എന്നു പേരിട്ടു. സുലക്ഷണങ്ങളോടുകൂടിയ സുമിത്രാതനയന് ലക്ഷ്മണൻ എന്നും ശത്രുനാശം വരുത്തുന്നതുകൊണ്ട് ശത്രുഘ്നൻ എന്നും 4 പേർക്കും പേരിട്ട് ദശരഥൻ പത്നിമാരുമായി സുഖമായി വാണു. ബാലക്രീഡ. ബാലലീലകളിൽ ഏർപ്പെട്ടിരുന്ന കാലം തന്നെ രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും പായസാംശത്തിൻ്റെ ഫലം കൊണ്ടെന്ന പോലെ ഒരുമിച്ചായിരുന്നു. സുന്ദരന്മാരായ സഹോദരന്മാരോടൊപ്പം ശ്യാമളവർണ്ണനായ രാമൻ കാരുണ്യമാകുന്ന അമൃതം നിറഞ്ഞ തൃക്കൺ വീക്ഷണം കൊണ്ടും അവ്യക്തവും സരസവുമായ കിളിക്കൊഞ്ചൽ കൊണ്ടും ആരെയും മോഹിപ്പിക്കുന്ന രൂപസൗന്ദര്യം കൊണ്ടും മൃദുവായ ദേഹസ്പർശം കൊണ്ടും ചുവന്ന ചുണ്ടുകൊണ്ടുള്ള ചുംബനം കൊണ്ടും കുഞ്ഞരിപ്പല്ലുകൾ കാണിച്ചുള്ള ചിരി കൊണ്ടും കുഞ്ഞിക്കാലുകൾ നിലത്തുറപ്പിച്ചുള്ള യാത്ര കൊണ്ടും മനം കുളിർപ്പിക്കുന്ന ചേഷ്ടകളെക്കൊണ്ടും അച്ഛനമ്മമാർക്കും നഗരവാസികൾക്കും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സന്തോഷം കൊടുത്തു. നെറ്റിത്തടത്തിൽ ആലിലയുടെ ആകാരത്തിൽ അണിഞ്ഞ ചന്ദനത്തിൽ പറ്റി നിൽക്കുന്ന മുറുനിരകൾ, മഷിയെഴുതി മനോഹരമാക്കിയ സുന്ദര നയനവും അതിലെ നോട്ടങ്ങളും, കർണാഭരണമായ കുണ്ടലം പ്രതിബിംബിക്കുന്ന സ്വർണ്ണ കണ്ണാടി പോലെയുള്ള കവിൾത്തടങ്ങൾ,
പവിഴം, പുലിനകം, സ്വർണം ഇവ ഇടയ്ക്കിടെ ചേർത്തുണ്ടാക്കിയ മാല ചാർത്തിയ കഴുത്തിൻ്റെ ശോഭ, മുത്തുമാല, വനമാല ഇവയോടൊപ്പം തുളസിമാലയും ചേർന്ന മാറിട ശോഭ, അമിത കാന്തി ചൊരിയുന്ന ശ്രീവത്സകാന്തി, അങ്കദം, വള, മോതിരം ഇവയാൽ ശോഭിച്ച കൈകൾ, സ്വർണ്ണ സമാനമായ മഞ്ഞപ്പട്ടിന് മുകളിൽ ചാർത്തിയ അരഞ്ഞാണം, കാൽച്ചിലമ്പ് എന്നിവ പോലുള്ള അലങ്കാരങ്ങൾ അണിഞ്ഞ് സഹോദരന്മാരോടൊപ്പം ഭൂമിദേവിക്ക് രാമൻ അലങ്കാരമായി തീർന്നു. തൻ്റെ പതിയുടെ സാന്നിധ്യമുള്ള അയോധ്യയിൽ ലക്ഷ്മി ദേവിയും, അതായത് സമ്പത്തും കളിച്ചു വിളങ്ങി. സമ്പൽ സമൃദ്ധി വർദ്ധിച്ച് ജനങ്ങൾ അത്യധികം ആനന്ദിച്ചു. ഇനി കൗമാരത്തിലേക്ക്. അച്ഛനമ്മമാരെ ബാലഭാവം കൊണ്ട് ആനന്ദിപ്പിച്ചിട്ട് സാവധാനം കൗമാരം കടന്നു വന്നു. വസിഷ്ഠ മഹർഷി യഥാവിധി ഉപനയനം നടത്തി. വേദങ്ങൾ, വേദാംഗങ്ങൾ, ഉപാംഗങ്ങൾ, സ്മൃതികൾ, ഉപസ്മൃതികൾ എല്ലാം രാമൻ എളുപ്പത്തിൽ പഠിച്ചു. അവ സ്വന്തം ശാസ്ത്രങ്ങൾ തന്നെയാണല്ലോ. സർവചരാചരങ്ങളുടെയും ഗുരുവായ ഭഗവാന്റെ ഗുരുവാകാൻ കഴിഞ്ഞ വസിഷ്ഠൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് എന്തു പറയാൻ. പുത്രന്മാർ അസ്ത്രവിദ്യയാകുന്ന സമുദ്രം താണ്ടിക്കടന്നിരിക്കുന്നു എന്നതിൽ ആനന്ദം പൂണ്ട ദശരഥൻ വസിഷ്ഠനെ നന്നായി സന്തോഷിപ്പിച്ചു. സന്തോഷാധിക്യത്താൽ രാമലക്ഷ്മണന്മാർ സേവ്യസേവകഭാവം കൈക്കൊണ്ടു. കോമളരൂപന്മാരായ ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യഭാവവും കൈക്കൊണ്ടു. ഒരു ദിവസം ശ്രീരാമൻ കൗതുകം പൂണ്ട് ലക്ഷ്മണനോടൊപ്പം ഒരു അശ്വരഥത്തിൽ കയറി അമ്പ്, അവനാഴി, വാൾ തുടങ്ങിയ ആയുധങ്ങളുമായി കാട്ടിൽ നായാട്ടിനു പോയി. കൺമുമ്പിൽ കണ്ട എല്ലാ ദുഷ്ടമൃഗങ്ങളെയും കൊന്നു. ആന, കരടി, സിംഹം, കടുവ തുടങ്ങിയ മൃഗങ്ങളെ കൊന്നു കൊണ്ടുവന്ന് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് യഥാവിധി നമസ്കരിച്ചു. ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അച്ഛനമ്മമാരെ നമസ്കരിച്ച് അനുജനോട് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്ത് ദണ്ഡനീതി അനുസരിച്ച് രാജ്യപാലനം ചെയ്തു. ഗുരുക്കന്മാരോടും ബന്ധുമിത്രാദികളോടും ചേർന്ന് സന്തോഷത്തോടെ സമൃദ്ധമായി ഭക്ഷണം കഴിച്ച് ധർമ്മശാസ്ത്രം, പുരാണം, ഇതിഹാസങ്ങൾ എന്നിവ കേട്ട് നിർമ്മല ബ്രഹ്മാനന്ദത്തിൽ ലയിച്ച് പരമാനന്ദമൂർത്തി മനുഷ്യനായി രാജ്യപാലനം ചെയ്ത് ജീവിച്ചു. യഥാർത്ഥമായി ചിന്തിച്ചാൽ അദ്ദേഹം ഒന്നും ചെയ്യുന്നവനല്ല, വികാരവുമില്ല. പരിണാമമില്ലാത്ത ആത്മാനന്ദം എത്ര വിചിത്രമാണ്. ഇനി വിശ്വാമിത്രൻ്റെ യാഗരക്ഷ എന്ന ഭാഗമാണ്. അത് നാളെ. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.